അല്ല മക്കളെ, നമ്മുടെ നീറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാം. ഓക്കെ അല്ലടാ? യെസ്, നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് വേരിയേഷൻ വരുന്നതിന്റെ ഫലമായിട്ട് ആ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന കറന്റിനെയാണ് എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് വിളിക്കുക. ദ ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഈസ് എപ്സിലോൺ 0 ഇൻറ്റു d∅dt ആണ്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? യെസ് യെസ്, അത് നിങ്ങൾക്കറിയാം. ഈ ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ IC പ്ലസ് ID ആയിരിക്കും, പക്ഷെ രണ്ടും ഒരുമിച്ച് ഉണ്ടാവൂല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കറന്റും കണ്ടക്ഷൻ കറന്റും ബോത്ത് മാഗ്നിറ്റ്യൂഡ് വൈസും ഡയറക്ഷൻ വൈസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. പക്ഷെ രണ്ടും ഉണ്ടാകുന്ന റീജിയൻ എന്താണ്? ഡിഫറന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഈക്വൽ C ഇൻറ്റു dV/dt ആണ്. അത് കപ്പാസിറ്റൻസും വോൾട്ടേജ് ചേഞ്ചും തന്നാൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ മാക്സ്വെല്ലിൽ വേവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ 4 ഇക്വേഷനിലേക്ക് പോവാം. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഗോസസ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്? ഇന്റഗ്രൽ E.dA ഈക്വൽ ടു Q/ε0 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലെ? യെസ്. അടുത്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ പഠിച്ചതാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? യെസ് യെസ്. അതേപോലെ മൂന്നാമതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ്? ഇന്റഗ്രൽ E.dl ഈക്വൽ ടു -d∅/dt. അതുപോലെ നാലാമത്തതാണ് ആംബിയർ മാക്സ്വെൽ സർക്യൂട്ടൽ ലോ. ഇന്റഗ്രൽ B.dl ഈക്വൽ μ0 ടൈംസ് ഓഫ് ഐനെ ആംബിയർ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഒരു ഐഡിയും കൂടി കൂടുമ്പോഴാണ് ആ ഇക്വേഷൻ എന്താവുക? കൺസിസ്റ്റന്റ് ആവുക. സോ ദിസ് ഈസ് ദ ഫോർ ഇക്വേഷൻസ് ഓഫ് മാക്സ്വെൽ. ഓക്കെ, യെസ്. അടുത്തതാണ് ഇക്വേഷൻ ഓഫ് വേവ്. വേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? E0 sin kx minus omega t ആണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒരു ട്രാവലിംഗ് വേവ് ആണ്. അതിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു s sin kx minus omega t ആണ്. പോസിറ്റീവ് എക്സിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് E0 sin kx minus omega t ആയിരിക്കും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? B0 sin kx minus omega t ആണ്. E0യും B0യും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. E0/B0 എന്താണ്? C ആണ്. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. V വെക്ടർസ് ഈക്വൽ ടു E ക്രോസ് B യൂണിറ്റ് വെക്ടേഴ്സ് ആണ് അല്ലേ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ E ക്രോസ് B ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി നമുക്ക് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. V ഈക്വൽ E ക്രോസ് B. ഇത് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടാൽ മതി. ഇപ്പൊ V ആണ് കാണാൻ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? E ക്രോസ് B ചെയ്യുമ്പോഴാണ് നമുക്ക് V കിട്ടുക. അപ്പൊ V ആണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ E ക്രോസ് B എടുക്കണം. E ആണ് കാണാൻ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? B ക്രോസ് V എടുത്താലാണ് നമുക്ക് E കിട്ടുക. B ക്രോസ് V ഈക്വൽ ടു E അല്ലെ? അതേപോലെ B കാണണമെങ്കിലോ V ക്രോസ് E ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? E കാണണം. അപ്പൊ അങ്ങനെ നമുക്ക് ഇക്വേഷൻസിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് വേവ്സിന്റെ പ്രോപ്പർട്ടീസ്. നിങ്ങൾക്കറിയാം ആരാണ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആക്സിലറേറ്റിംഗ് ചാർജസ് ആണ്. ആക്സിലറേറ്റിംഗ് ചാർജസ് ആണ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. അത് തെളിയിച്ചത് പോളറൈസേഷൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. മൂന്നാമത്തത് അവര് ഫ്രീ സ്പേസിൽ ലൈറ്റിന്റെ അതേ സ്പീഡിൽ, അഥവാ എവിടെയും അത് വേവ്സ് എല്ലാം ട്രാവൽ ചെയ്യുന്നത് ലൈറ്റിന്റെ അതേ സ്പീഡിലാണ്. അപ്പൊ എല്ലാ വേവ്സിനും ഒരു സ്പെസിഫിക് മീഡിയത്തിൽ അതിന്റെ വെലോസിറ്റിയിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. എല്ലാവരും ട്രാവൽ ചെയ്യുന്നത് ഇപ്പൊ ഫ്രീ സ്പേസ് ആണെങ്കിൽ എല്ലാ വേവ്സും ട്രാവൽ ചെയ്യുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് എന്ത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വൈബ്രേറ്റ് ചെയ്യുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ രണ്ടാളുകളുടെക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഫേസിലായിരിക്കും അല്ലെ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? സെയിം ഫേസിലായിരിക്കും അല്ലെ? ഇനി നമുക്കറിയാം ഒരു വേവിന്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റിയുടെ പകുതി ഭാഗം ഉണ്ടാവൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിലാണ്. ബാക്കി പകുതി ഭാഗം ഉണ്ടാകൽ അതിന്റെ എന്തിലാണ്? മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടോട്ടൽ എനർജിയെ അല്ലെങ്കിൽ ടോട്ടൽ ഇന്റൻസിറ്റിയെ ഈക്വൽ ആയിട്ട് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും ഒരു വേവ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്.
അടുത്തതാണ് എനർജി ഡെൻസിറ്റി ഓഫ് ഇ എം വേവ്. ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. നമുക്ക് വേണ്ടത് എന്താ? ആവറേജ് എനർജി ഡെൻസിറ്റി ആണ്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇ എം വേവ്? രണ്ട് രീതിയിൽ കാണാം. നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇ എം വേവ് കാണാൻ ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ എടുക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരുന്നതെങ്കിൽ ഇ എം വേവിന്റെ എനർജി കാണാൻ എന്ത് ചെയ്യണം? ഹാഫ് B0 സ്ക്വയർ ബൈ μ0 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എടുക്കണം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അത് ഇ എം വേവിന്റെതിന് പകരം എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡോ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡോ ആണ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ പകുതി എടുത്താൽ മതി. കാരണം എന്താ? ടോട്ടൽ എനർജി ഡെൻസിറ്റിയുടെ പകുതി എങ്ങോട്ട് കൊടുക്കുന്നു? ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊടുക്കുന്നു. ബാക്കി പകുതി എങ്ങോട്ട് കൊടുക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ടോട്ടൽ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡ് ആണ് തരുന്നതെങ്കിൽ ഹാഫ് B0 സ്ക്വയർ ബൈ μ0. അപ്പൊ അത് ഇലക്ട്രിക് ഫീൽഡിലും എനർജി ഡെൻസിറ്റി മാത്രമാണെങ്കിലോ അതിന്റെ പകുതി 1/4 എപ്സിലോൺ 0 E0 സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡോ 1/4 B0 സ്ക്വയർ ബൈ μ0. പകുതി എടുത്താൽ മതി. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ചോദിക്കുമ്പോഴും അങ്ങനെ എന്ത് ചെയ്താൽ മതി? ടോട്ടലിന്റെ പകുതി എടുത്താൽ മതി. സെറ്റ് അല്ലടാ? ക്ലിയർ അല്ലടാ? ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അടുത്തത് നോക്കൂ. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. E0 ബൈ B0 ഈക്വൽ ടു എന്താണ്? C ആണ്. ഓക്കെ, സി കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/√μ0 എപ്സിലോൺ 0 ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും 1/√μ0 എപ്സിലോൺ 0ന്റെ ഡയമെൻഷൻ എന്താന്ന് ചോദിച്ചാൽ അത് സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് LT⁻⁻1 തന്നെയാണ്, ഓർത്തു വെക്കണം. യെസ്. അതുപോലെ വിന്റെ ഡയമെൻഷൻ, വി എന്താ ഇക്വേഷൻ? 1/√μ എപ്സിലോൺ. കാരണം എന്താ? മീഡിയം മാറി. അപ്പൊ മീഡിയത്തിലെ മ്യൂ വാല്യൂയും മീഡിയത്തിലെ എപ്സിലോൺ വാല്യൂയും നമ്മൾ എടുക്കണം അല്ലേ? ഇനി വിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഈക്വൽ ടു C by root mu r epsilon r എന്ന് നമുക്ക് കിട്ടും. What is the equation of refractive index? root mu r epsilon r ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഡിഫറന്റ് ഇക്വേഷൻസ് വിത്ത് റിലേറ്റഡ് ടു വെലോസിറ്റി ഓഫ് ഇ എം വേവ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്തതാണ് ഇന്റൻസിറ്റി ഓഫ് ഇ എം വേവ്. വാട്ട് ഈസ് ഇന്റൻസിറ്റി ഓർ എനർജി ഫ്ലക്സ്? എന്താണ് ഇന്റൻസിറ്റി? അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? എനർജി ഫ്ലക്സ്. വാട്ട് ഈസ് ഇന്റൻസിറ്റി? ദ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് ഏരിയ ഇൻ എ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ എനർജിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റൻസിറ്റി. എനർജി ബൈ ടൈം എന്താ? പവർ. അപ്പൊ ആൻസർ എന്തായി? പവർ ബൈ ഏരിയ എന്നായി. അങ്ങനെയും നമുക്ക് ഇക്വേഷൻ പറയാം. ഇനി അതിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? I is equal to ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ C. അഥവാ എനർജി ഡെൻസിറ്റി ഇൻറ്റു C ചെയ്താൽ ഇന്റൻസിറ്റി കിട്ടും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇന്റൻസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ടോട്ടലിന്റെ പകുതി എടുക്കണം. ഓക്കെ, യെസ്. അടുത്തതാണ് മൊമെന്റം ഓഫ് ഇ എം വേവ്. എന്താണ് മൊമെന്റം കാണാൻ ഇക്വേഷൻ? ടോട്ടൽ എനർജി ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. U/C. U ഈസ് ടോട്ടൽ എനർജി. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് റേഡിയേഷൻ ഫോഴ്സ്. എന്താണ് റേഡിയേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ? IA/C ആണ്. ഓർ P പവർ ബൈ സി ആണ്. പി ഒ എന്ന് പറഞ്ഞാൽ പവർ ആണ്. ഓക്കെ, യെസ്. വാട്ട് ഈസ് പ്രഷർ? PR. റേഡിയേഷൻ പ്രഷർ PR ഈക്വൽ ടു എന്താണ്? I/C ആണ്. എന്താണ്? ഇന്റൻസിറ്റി ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഇക്വേഷൻസ് കൊടുത്തേക്കണം. ഈ രണ്ട് സർഫസ് നമ്മോട് പറയാറുണ്ട്. പ്യുവർ റിഫ്ലക്റ്റിംഗ് സർഫസും ഉണ്ടാവും, പ്യുവർ അബ്സോർബിംഗ് സർഫസും ഉണ്ടാവും അല്ലെ? പ്യുവർ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? തിരിച്ചു പോകുകയാണ്. അപ്പൊ എല്ലാം 2 ടൈംസ് എടുക്കണം. അപ്പൊ മൊമെന്റ് ആവുമ്പോ എന്താ? 2U/C. ഫോഴ്സ് ആവുമ്പോ എന്താ? 2I/C. 2IA/C. പ്രഷർ ആകുമ്പോ എന്താ? 2I/C. ബട്ട് ഇത് പ്യുവർ അബ്സോർബിംഗ് സർഫസ് അഥവാ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ നമ്മൾ 2 ടൈംസ് പറ്റൂല, തട്ടുന്നേ ഉള്ളൂ, തിരിച്ചു പോകുന്നില്ല. അപ്പൊ എല്ലാം 1 ടൈം. മൊമെന്റം U/C, ഫോഴ്സ് IA/C, പ്രഷർ I/C. ഇത്രയേ ഉള്ളൂ. സെറ്റ് അല്ലടാ? യെസ്. അടുത്തതിലേക്ക് പോവാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓരോന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് നമുക്ക് പറയാം. എന്താ ഇക്വേഷൻ? RMI Lex G. RMI Lex G. ഇതാണ് 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇതിന് അറേഞ്ച്മെന്റ് ഓർത്തു വെക്കാനുള്ള പരിപാടിയാണ്. RMI Lex G. R റേഡിയോ, M മൈക്രോ, I ഇൻഫ്രാറെഡ്, L വിസിബിൾ, U ultraviolet, X X-ray and G gamma ray. These are the 7 electromagnetic wave. അങ്ങോട്ട് പോകുന്തോറും റേഡിയോ ടു ഗാമ പോകുന്തോറും ഫ്രീക്വൻസി കൂടും, ഗാമ ടു റേഡിയോ വരുന്തോറും വേവ് ലെങ്ത് കൂടും. ക്ലിയർ അല്ലേ? ഇനി ഡിഫറെന്റ് EM വേവ്സ്, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ? അതൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? വായിച്ച്
പഠിച്ചു വെക്കുക. ഓക്കേടാ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ബാക്കി അടുത്ത സെഷനിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. സോ ബൈ.